ഷഫീദ, ഇന്ന് ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ചില വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചല്ലോ. ഈ ഭാരത് ബെൻസിന്റെ റിപ്പോർട്ട്, അതായത് അപകടം നടന്ന ദിവസം പുലർച്ചെ 3:47 അവസാനമായി എഞ്ചിൻ ഓൺ ആയത്. GPS അവസാനമായി ലഭിച്ചത് ആ ദിവസം രാവിലെ 8:40 പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഗോവയിൽ നിന്ന് റഡാറുകൾ എത്തിക്കും, അങ്ങനെ ഈ തെരച്ചിൽ വളരെ ഊർജിതമായി മുന്നോട്ട് പോകും. ഈ വിവരങ്ങൾ ഈ തെരച്ചിലിൽ എത്രത്തോളം നിർണായകമാണ്? ക്രിസ്tina, സ്വാഭാവികമായും അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഈ സംഭവങ്ങൾ, ആ സംഭവ വികാസങ്ങളിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ക്രിസ്tina സൂചിപ്പിച്ച വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ക്ലാരിറ്റി കുറവുകളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ടായി പഠിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന സാനി എക്സ്കവേറ്റർ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സാനി എക്സ്കവേറ്റർ ഈ പരിശോധന നടത്തുമ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സംഘം, അത് ഡ്രോൺ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ സംഘം കൂടി ഇന്ന് ഈ ഷിരൂരിൽ വൈകിട്ടോടെ എത്തിച്ചേരും. നാളെ രാവിലെ 6 മണി മുതൽ അതുമായി ബന്ധപ്പെട്ട ഡ്രോൺ പരിശോധനയും ആരംഭിക്കും എന്നുള്ളതും ഏറ്റവും നിർണായകമായ വിവരമാണ്. അതേസമയം ഇപ്പോൾ ഈ ഷിരൂരിൽ ഒരു അടിയന്തര യോഗം അത് ചേരുന്നുണ്ട്. ഞാൻ മുൻപ് നമ്മളുടെ കഴിഞ്ഞ ബുള്ളറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ യോഗത്തിൽ ISRO സംഘവുമായി ദൗത്യസംഘ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കരസേന, നാവികസേന, NDRF പ്രതിനിധികൾ, അവരുടെ മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളത്തെ ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ കാൻവാർ MLA അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കുചേർന്ന ശേഷമാണ് ഇപ്പോൾ അപകട മേഖലയിലേക്ക്, അതായത് സാനി എക്സ്കവേറ്റർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച അപകട മേഖലയിലേക്ക് പോകുന്നത്. ആ രീതിയിൽ കൂടി ഒരു പുരോഗതി കൂടി തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്tina, ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിമുമാണ് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.